ഹായ് ഫ്രണ്ട്സ്, AS മീഡിയയുടെ പുതിയൊരു ലേറ്റസ്റ്റ് ഇൻഫോർമേറ്റീവ് എഡ്യൂക്കേഷണൽ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. കേരള സർവകലാശാല ഡിഗ്രി തേർഡ് സെമസ്റ്റർ എക്സാം റിസൾട്ടുകളുമായി ബന്ധപ്പെട്ട് ഒരുപാട് എൻക്വയറീസ് നമ്മൾ കാണുന്നുണ്ട്. അതിൽ മെയിനായിട്ടും ചോദിക്കുന്നത് എക്സാം റിസൾട്ട് എപ്പോഴാണ് പബ്ലിഷ് ചെയ്യുക, അതായത് വാല്യുവേഷൻ ക്യാമ്പുകൾ അത് കഴിഞ്ഞിട്ടുണ്ടോ, വാല്യുവേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. നമ്മൾ ഓൾറെഡി അപ്ഡേറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു ഡിഗ്രി തേർഡ് സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ക്യാമ്പുമായി റിലേറ്റ് ചെയ്തിട്ട് 2 മുതൽ 4 വരെയുള്ള, അതായത് ജൂലൈ 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെയുള്ള ടൈം പീരീഡിൽ എക്സ്ട്രാ അധ്യാപകരെ നിയമിച്ചുകൊണ്ടുള്ള പ്രസ് റിലീസ്, കേരള യൂണിവേഴ്സിറ്റിയുടെ പ്രസ് റിലീസ്, തേർഡ് സെമസ്റ്ററിൻ്റെ പ്രസ് റിലീസൊക്കെ തന്നെ നമ്മൾ നിങ്ങളിലേക്ക് എത്തിച്ചതാണ്. അതെല്ലാവരും കണ്ടിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. സോ ആ ഒരു പ്രസ് റിലീസ് പ്രകാരം വാല്യുവേഷൻ ക്യാമ്പ് ആ ഒരു ഫസ്റ്റ് വീക്കിൽ തന്നെ നടക്കുന്നുണ്ടായിരുന്നു. 2-ാം തീയതി മുതൽ 4-ാം തീയതി വരെയുള്ള ടൈം പീരീഡിൽ ആ ഒരു വാല്യുവേഷൻ ക്യാമ്പിലേക്ക്, തേർഡ് സെമസ്റ്ററിൻ്റെ വാല്യുവേഷൻ ക്യാമ്പിലേക്ക് എക്സ്ട്രാ അധ്യാപകരെ നിയോഗിച്ചുകൊണ്ടുള്ള ആ ഒരു പ്രസ് റിലീസിനകത്ത് ഡീറ്റെയിൽസ് നൽകിയിട്ടുണ്ടായിരുന്നു. സോ നമുക്ക് ഒഫീഷ്യലി വാല്യുവേഷൻ ക്യാമ്പ് കഴിഞ്ഞതായിട്ടുള്ള ഇൻഫർമേഷൻ ഒന്നും നമ്മൾ അന്വേഷിച്ചപ്പോൾ കിട്ടിയില്ല. പ്രോസസ്സിങ്ങിലാണ്, കേരള യൂണിവേഴ്സിറ്റിയെ കോൺടാക്ട് ചെയ്തപ്പം അത് പ്രോസസ്സിങ്ങിലാണ് എന്നുള്ളത് മാത്രമാണ് നമുക്ക് കിട്ടിയ മറുപടി എന്ന് പറയുന്നത്. സോ ആ ഒരു വാല്യുവേഷൻ റിസൾട്ടുകൾ നമുക്ക് ഈ ഒരു ജൂലൈ ലാസ്റ്റ് വീക്കോ അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിനുള്ളിലോ നമുക്ക് റിസൾട്ടുകൾ പബ്ലിഷ് ചെയ്യും എന്നുള്ള കാര്യമാണ് നമ്മൾ ഹോപ്പ് ചെയ്യുന്നത്. ഒഫീഷ്യലായിട്ടുള്ള ഇൻഫോർമേഷൻ വരുന്നതനുസരിച്ച് നിങ്ങളിലേക്ക് എത്തിക്കുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ജൂലൈ ലാസ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഓഗസ്റ്റ് ഫസ്റ്റ് വീക്കിനുള്ളിൽ തന്നെ റിസൾട്ടുകൾ വരുന്നതായിരിക്കും. ഒഫീഷ്യലായിട്ടുള്ള അപ്ഡേറ്റുകൾ വരുന്നതിനനുസരിച്ച് നിങ്ങളിലേക്ക് അത് എത്തിക്കുന്നതായിരിക്കും. അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക. ഒരുപാടേറെ കമൻറ്റും കാര്യങ്ങളും കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു ഇൻഫോർമേഷൻ ഈ ഒരു വീഡിയോയിലൂടെ പാസ് ചെയ്തത്. തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരു ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്തിടുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് അപ്പോൾ എത്തുകയുള്ളൂ. താങ്ക് യു സോ മച്ച്.